الذين توفاهم الملائكة ظالمي أنفسهم قالوا فيم كنتم قالوا كنا مستضعفين في الأرض قالوا ألم تكن أرض الله واسعة فتهاجروا فيها فأولئك مأواهم جهنم وساءت مصيرا. صدق الله العلي العظيم. ആത്മീയനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറപ്പ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുകയും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഹിജ്റ വർഷം 1446 പ്രവേശിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷം ആരംഭിക്കുന്ന ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഒന്നാമത്തെ മാസം മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. അല്ലാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാസം നന്മകൾ ധാരാളമായി ചെയ്താൽ അല്ലാഹു അതിന് ധാരാളം പ്രതിഫലം നൽകുകയും സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അതിനേക്കാൾ കൂടുതൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന സന്ദർഭം കൂടിയാണ് ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ മാസങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മുഹറം എന്ന പവിത്രമായ മാസത്തിലെ സുപ്രധാനമായ ഒരു സവിശേഷത മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും അനുയായികളും ഈജിപ്തിൽ നിന്ന് ഫിർഔനിന്റെയും അവന്റെ ആളുകളുടെയും മർദ്ദനത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിനോട് അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് നോമ്പ് പിടിക്കേണ്ട സമയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് മുഹറം 10 ആശുറായിലെ നോമ്പും താസുആയിലെ നോമ്പുമാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം ഉള്ളതോടൊപ്പം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ചരിത്ര സംഭവം നടന്നത്, അല്ലെങ്കിൽ ആ ചരിത്ര സംഭവത്തെ ഓർക്കാൻ കാരണമായി തീരുന്ന ഒരു സന്ദർഭം കൂടിയാണ് മുഹറം. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നുബുവത്തിന്റെ 14ാമത്തെ വർഷം നടത്തിയ ഹിജ്റ റബീഉൽ അവ്വൽ മാസത്തിലാണ് അത് നടന്നത്. ആ ഹിജ്റയാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ ഇസ്ലാമിക നാഗരികതയുടെ വളർച്ചയുടെ ഭാഗമായി കലണ്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയപ്പോൾ ആ കലണ്ടറിലെ ഒന്നാമത്തെ ആലോചനയുണ്ടായിരുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ കലണ്ടർ രൂപപ്പെടുത്തുക എന്നതായിരുന്നു.
ഹിജ്റയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അങ്ങനെ കലണ്ടർ രൂപം കൊണ്ടത്. അതുകൊണ്ട് മുഹറം എന്ന് പറയുന്ന ഈ പവിത്രമായ മാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിജ്റയെക്കുറിച്ചുകൂടി വിശ്വാസികൾ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. ചരിത്രത്തിന്റെ ഏതോ ഒരു സന്ദർഭത്തിൽ നടന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല ഹിജ്റ. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് പ്രവാചകന്മാർ ഹിജ്റ നടത്തിയിട്ടുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഒരു ഹിജ്റ നടത്തിയ മനുഷ്യനാണ്, പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ യസ്രിബിലേക്കുള്ള ഹിജ്റക്ക് മുമ്പ് ത്വാഇഫിലേക്കും അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറിയ ഹിജ്റ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിജ്റ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കേണ്ടതുമായ കാര്യമാണ്. ഒരു മണ്ണിൽ നിന്ന് മറ്റൊരു മണ്ണിലേക്ക് ചേക്കേറുക എന്നത് മാത്രമല്ല ഹിജ്റ. ഹിജ്റ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു മുഅ്മിനിന്റെ ഇസ്ലാമിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈമാനികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വളരാനും ഉയരാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹിജ്റകൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഹിജ്റകൾ നടന്നുകൊണ്ടേയിരിക്കണം, നടന്നുകൊണ്ടേയിരിക്കും. പടച്ചതമ്പുരാന് വേണ്ടി അവന്റെ മാർഗത്തിൽ നടക്കുന്ന സമർപ്പണങ്ങളും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിട്ടൊഴിവാക്കിക്കൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളും യാത്രകളും ഹിജ്റയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഹിജ്റതു ഇലല്ലാഹി വറസൂലിഹി. ഹിജ്റയുടെ ഒരു ഇനം അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമുള്ള യാത്രയാണ്. അല്ലാഹുവിലേക്കും റസൂലിലേക്കും പടച്ചവനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു വിശ്വാസി നടത്തുന്ന ശ്രമങ്ങളൊക്കെയും ഹിജ്റയുടെ ഭാഗമാണ്. വിശ്വാസികൾ ഹിജ്റ നടത്തിയത്, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഹിജ്റ നടത്തിയത് ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉമ്മത്ത് മുസ്ലിമക്ക് ആവേശവും പ്രതീക്ഷയും നൽകുന്ന ചരിത്രത്തിലെ അനുഭവമാണ് ഹിജ്റ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉമ്മത്ത് മുസ്ലിമക്ക് ജീവിതത്തിൽ വെളിച്ചം കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഹിജ്റ. കാരണം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മക്കയുടെ മണ്ണിൽ 13 വർഷക്കാലം ഇസ്ലാമിന്റെ ദഅവത്തിന്റെയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെയും മാർഗത്തിൽ ജീവിച്ചു. മക്കയിലെ ആ ജീവിതം കഠിനമായ പരീക്ഷണങ്ങളുടേതായിരുന്നു. മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെയും പരിഹാസങ്ങളുടെയും ബഹിഷ്കരണത്തിന്റേതുമൊക്കെയായിരുന്നു. എന്നിട്ടും ആ കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും സഹിച്ചും ക്ഷമിച്ചും ആ സമൂഹത്തോടുള്ള ഹുജ്ജത്തിനെ പൂർത്തീകരിക്കുകയായിരുന്നു.
റിസാലത്തിന്റെ ദൗത്യത്തെ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന അർത്ഥത്തിൽ സത്യദീനിനെ, ഷഹാദത്തുൽ ഹക്കിനെ ആ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പരിശ്രമിച്ചത്. ആ പരിശ്രമങ്ങൾക്ക് വിവിധ ഘട്ടങ്ങളുണ്ട്. വിവിധ സന്ദർഭങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ ചരിത്ര വിവരണങ്ങൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തീരാവുന്നതല്ല. മക്ക കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഇസ്ലാമിന് വിരുദ്ധമായ പ്രതികൂലമായ ഒരു നാട്ടിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എങ്ങനെ ക്ഷമിക്കണം, നിങ്ങൾ എങ്ങനെ ദീനിനെ പ്രബോധനം ചെയ്യണം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ജീവിച്ച മക്കയിലെ 13 വർഷ കാലഘട്ടം. 3 വർഷ കാലഘട്ടത്തിലെ ദാറുൽ അർഖമിലെ രഹസ്യ പ്രബോധനത്തിന്റെ കാലഘട്ടം മുതൽ അവസാനം ത്വാഇഫിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന ഒരു യാത്രയുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ മിമ്പറിൽ വെച്ചത് കേട്ടതാണ്. ത്വാഇഫിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ അതിസാഹസികമായ, അതിപരീക്ഷണകരമായ യാത്ര വല്ലാത്ത മനോവേദനയോടുകൂടിയാണ് ത്വാഇഫിലെ 10 ദിവസങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ കഴിച്ചുകൂട്ടിയത്. സ്വന്തക്കാരും ത്വാഇഫിലെ മനുഷ്യരും തെരുവ് പിള്ളേരെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ക്രൂരമായ സ്വഭാവത്തിലാണ് കൈകാര്യം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ ത്വാഇഫിൽ നിന്ന് മടങ്ങിയത് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മിനാ നഗരിയുടെ സമീപ പ്രദേശമുള്ള വാദി മുഹസ്സിറിന് സമീപമുള്ള പ്രദേശം വരെ 120 കിലോമീറ്ററോളം ദൂരമുള്ള ത്വാഇഫിൽ നിന്ന് ഈ വാദി മുഹസ്സിർ വരെയുള്ള പ്രദേശം വരെയുള്ള കിലോമീറ്ററുകളോളം തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നടന്നത് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. എന്താണ് ചുറ്റുപാടും നടക്കുന്നത് എന്ന് പോലും അറിയാതെ കഠിനമായ ദുഃഖവും വേദനയും അല്ലാഹുവിന്റെ റസൂലിനെ ബാധിച്ചു. തല ഉയർത്തി നോക്കിയപ്പോൾ മുകളിൽ അല്ലാഹുവിന്റെ സഹായമായി അല്ലാഹുവിന്റെ മേഘം തണലിട്ടിരിക്കുന്നു. അല്ലാഹുവിൽ നിന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ച് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ അനുഭവിച്ച പ്രയാസങ്ങൾ അത് അല്ലാഹു കണ്ടിരിക്കും. അതുകൊണ്ട് ആ സമൂഹത്തിന് മുകളിൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ പ്രവർത്തനങ്ങൾ ഇതാ നടക്കാൻ പോകുകയാണ്. മലകളുടെ ഉടമസ്ഥതയിലുള്ള മലക്കിനെ അല്ലാഹു നിയോഗിച്ചിരിക്കും. താങ്കളുടെ സമീപത്തേക്ക് ആ മലക്ക് വരും. മലകളുടെ ചുമതലകളുള്ള മലക്ക് വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഈ 2 പർവ്വതങ്ങൾ കൊണ്ട് ത്വാഇഫിന്റെ മുകളിലേക്ക് വലിച്ചെറിയാൻ, കമിഴ്ത്തിയിടാൻ താങ്കളുടെ അനുമതി മാത്രം മതി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇല്ല അല്ലാഹുവേ, ആ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണം നാഥാ. നാളെ നിന്നെ ഇബാദത്ത് എടുക്കുന്ന ഒരു ജനവിഭാഗം അവരുടെ തലമുറകളിൽ ഉണ്ടായേക്കണം. ഇതൊരു പ്രബോധകന്റെ ക്ഷമയാണ്, ഇതൊരു പ്രബോധകന്റെ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷയുടെ, ഈ ഒരു ക്ഷമയുടെ പാഠങ്ങളിൽ നിന്ന് ഹിജ്റയെ പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. പണ്ഡിതന്മാർ ഹിജ്റയുടെ പാഠങ്ങളെ എണ്ണിപ്പറഞ്ഞാൽ അതിനെ വർണ്ണിച്ചുകൊണ്ടെഴുതിയ കിതാബുകൾ, സുദീർഘങ്ങളായ ചരിത്ര വിവരണങ്ങളോടുകൂടി എഴുതിയ കിതാബുകൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിജ്റയിൽ നിന്നുള്ള പാഠങ്ങൾ, അത് ഈമാനിന്റെ ക്വാളിറ്റി വർദ്ധിക്കുവാനുള്ള പാഠങ്ങൾ, തവക്കുലിന്റെ,
ക്ഷമയുടെ. എങ്ങനെയാണ് ഒരു മുസ്ലിം ആസൂത്രണങ്ങൾ നിർവഹിക്കേണ്ടത്? ഇസ്ലാമിക പ്രവർത്തനങ്ങളും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല. നിങ്ങൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാടിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ദീനിനെ പ്രബോധനം ചെയ്യണം. നിങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണങ്ങൾ വേണം. എല്ലാം നിർവഹിച്ചുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്. ഇതൊക്കെ ഹിജ്റയുടെ പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പാഠങ്ങൾ സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പഠിച്ചെടുക്കേണ്ടതാണ്. കാരണം ഒന്നാമതായി ഹിജ്റ എന്നുള്ളത് തന്നെ പരിപൂർണമായും റബ്ബിന് കൊടുക്കലാണ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ ചെയ്ത മുഹാജിറുകൾ എന്ന് ചരിത്രത്തിലെ സവിശേഷമായ പേരിനർഹമായ വിഭാഗം അവരുടെ മണ്ണൊഴിവാക്കി, അവരുടെ കുടുംബ ബന്ധങ്ങൾ ഒഴിവാക്കി, അവരുടെ തൊഴിലുകൾ ഒഴിവാക്കി, അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മക്കയുടെ മണ്ണിൽ നിന്ന് മുറിച്ചു മാറ്റി അവർ മദീനയിലേക്ക് പോകുകയാണ്. റബ്ബല്ലാതെ അവർക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയുമില്ല. മദീനയുടെ മണ്ണിൽ എന്ത് സംഭവിക്കും? ആരുണ്ട് ഞങ്ങളെ സ്വീകരിക്കാൻ? ഞങ്ങൾക്ക് എന്ത് കിട്ടും? മില്യണയറുകളുമായി ജീവിച്ച കോടീശ്വരന്മാരായ മനുഷ്യർ ശൂന്യമായ ഹസ്തവുമായി മദീനയെ നോക്കിക്കൊണ്ട് കടന്നു വന്നപ്പോൾ ലോകത്തിന്റെ തിരുദൂതർ പറഞ്ഞു, റബ്ബിഹ സുഹൈബ്, മക്കയിൽ വന്ന ധനാഢ്യനായ സുഹൈബ് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മുസ്ലിമുകൾ തടഞ്ഞു വെച്ചു. നിനക്ക് വേണമെങ്കിൽ നിന്റെ മുഹമ്മദിന്റെ അടുത്തേക്ക് ശൂന്യഹസ്തവുമായി പോകാം, മക്കയിൽ വെച്ചുകൊണ്ട് നീ സമ്പാദിച്ചത് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, ആർക്ക് വേണമത്? നിങ്ങൾ എടുത്തുകൊള്ളൂ, എനിക്ക് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മതി. അങ്ങനെയാണ് ഹിജ്റ പോയത്. ആ ഹിജ്റയുടെ ചരിത്രം സമർപ്പണത്തിന്റെ ചരിത്രമായി. മറ്റൊന്ന്, ആ ഹിജ്റ എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് അല്ലാഹുവിലുള്ള തവക്കുലിനെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന പാഠമാണ്. വല്ലദീന ഹാജറൂ ഫില്ലാഹി മിൻ ബഅദി മാ ളുലിമൂ ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയാ ഹസന വലൽ അജ്റുൽ ആഖിറതു അക്ബർ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സൂചിപ്പിച്ചു, മർദ്ദിക്കപ്പെട്ടതിന് ശേഷം ഹിജ്റ പോയ ആളുകളുണ്ടല്ലോ, അവർക്ക് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഉത്തമമായ രീതിയിലുള്ള മെച്ചങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. എന്നാൽ അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അല്ലാഹു നാളെ പരലോകത്ത് നൽകാൻ പോകുന്ന അല്ലാഹുവിന്റെ പ്രതിഫലമാണ്. ഇത് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മളൊക്കെയും ഇസ്ലാമിക ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുമ്പോൾ തടസ്സമായി നമുക്ക് നിൽക്കാറുള്ളത് ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദനങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും തന്നെയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അവർക്കറിയാം, അല്ലാഹുവാണ് റാസിഖ്, അല്ലാഹുവാണ് വിഭവങ്ങളുടെ ഉടമസ്ഥൻ. അവന്റെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളുമുള്ളത്. ആ പടച്ചു തമ്പുരാൻ അവനിൽ വരമേൽപ്പിച്ചുകൊണ്ടാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്. ഏതോ ഒരു ദിവസം നാട്ടിലുണ്ടായ ഒരു കലഹത്തിന്റെ പേരിൽ നാട് വിട്ടുപോയ ഒരു മനുഷ്യരെ പോലെയല്ല യഥാർത്ഥത്തിൽ ഹിജ്റ സംഭവിച്ചത്. വിശ്വാസികൾ അവർ ഒറ്റയും കൂട്ടായുമൊക്കെയായി ഹിജ്റ പോയി. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരുമിച്ച് ഹിജ്റ പോയി. ആ ഹിജ്റക്ക് ഒരുപാട് ആസൂത്രണങ്ങളുണ്ടായി, മുന്നൊരുക്കങ്ങളുണ്ടായി. എവിടെ നിന്ന് പുറപ്പെടണം, ഏത് വാഹനം ഉപയോഗിക്കണം, ഏത് ദിശയിലേക്ക് സഞ്ചരിക്കണം, ഭക്ഷണം ആരാണ് കൊണ്ടുവരിക, എവിടെയാണ് താവളമടിക്കേണ്ടത്. ആ ഹിജ്റയുടെ
അത്തരം വിശദാംശങ്ങൾ പഠിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്ലാനിങ്, ആസൂത്രണം. ഇന്ന് മുസ്ലിമീങ്ങളെ കുറിച്ച് യൂറോപ്യന്മാർ പലപ്പോഴും കളിയാക്കി പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഒരാസൂത്രണവുമില്ലാത്ത സമുദായം എന്നാണ് പലപ്പോഴും ഇന്നും യൂറോപ്യന്മാർ പരിഹസിക്കാറുള്ളത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വരുന്ന ഹാജിമാരുടെയും ഹാജമാർക്കും ഏറ്റവും നല്ല സംവിധാനങ്ങളോടുകൂടി ഹജ്ജ് നിർവഹിക്കാൻ പോലും ആസൂത്രണങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു സമുദായമാണ് ഇന്ന് ഉമ്മത്ത് മുസ്ലിമ എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. യഥാർത്ഥത്തിൽ ഈ സ്വഭാവത്തിൽ മുസ്ലിം ഉമ്മത്ത് ആക്ഷേപിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ നായകൻ നിർവഹിച്ച പ്ലാനിംഗ്, ആസൂത്രണം, അത് വിശ്വാസികൾ പഠിച്ചെടുക്കേണ്ടതാണ്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, ഈ തവക്കുലുണ്ടല്ലോ, ഈ തവക്കുൽ അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സഹനം കൈകൊണ്ടവരും അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റയിൽ നിന്നുള്ള സുപ്രധാനമായ പാഠങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഹിജ്റ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർളി മുറാഅമൻ കസീറൻ വസഅതൻ വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറ ഇലല്ലാഹി വറസൂലിഹി ثم يدركه الموت فقد وقع اجره على الله وكان الله غفورا رحيما. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഹിജ്റ പോകുന്നുവെങ്കിൽ യജിദ് ഫിൽ അർളി മുറാഅമൻ കസീറൻ വസഅതൻ, അല്ലാഹു അവന് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ധാരാളം അഭയസങ്കേതങ്ങളും വിശാലതകളും അല്ലാഹു അവന് നൽകുമെന്നാണ് റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹിജ്റയെ കുറിച്ചുകൊണ്ടുള്ള പാഠങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാലഘട്ടത്തിലും സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളിൽ ഒരുപക്ഷെ സ്വന്തം നാടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നേക്കാം, സ്വന്തം തട്ടകങ്ങളിൽ നിന്ന് മറ്റൊരു തട്ടകങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം, സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്ന് മറ്റൊരു തൊഴിലിടങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം. കാരണം ഹിജ്റത്തു മിനൽ ദുനൂബി വസ്സയ്യിആത്ത്, ഹിജ്റത്തു മിനൽ ശഹവാതി വശുബ്ഹാത്ത്, ഹിജ്റത്തു മിനൽ മജാലിസുൽ മുൻകറാത്ത്, ഹിജ്റത്തു മിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിൽ ആഖിറ. ഇതൊക്കെയാണ് ഹിജ്റ. അഥവാ ഹിജ്റ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, സയ്യിആത്തുകളിൽ നിന്നും ദുനൂബുകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടലും അവയെ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര പോകലാണ്. ഹിജ്റ എന്ന് പറയുന്നത് ശഹവാത്തുകളിൽ നിന്നും ശുബ്ഹാത്തുകളിൽ നിന്നുമുള്ള രക്ഷപ്പെടലാണ്, അവയെ ഉപേക്ഷിച്ചു പോകലാണ്. ഹിജ്റ എന്ന് പറയുന്നത് മ്ലേച്ഛമായ അന്തരീക്ഷങ്ങളിൽ നിന്നും പരിതസ്ഥിതികളിൽ നിന്നും ഈമാനികമായ അന്തരീക്ഷങ്ങളിലേക്കുള്ള യാത്രയാണ്. ഹിജ്റ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുസാക്കപ്പെടുന്ന, നിങ്ങൾ പ്രയാസപ്പെടുത്തപ്പെടുന്ന, നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന നാടുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ഭൂമിയുടെ വിശാലതയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭൂമിയുടെ വിശാലതയിലേക്ക് നിങ്ങൾ പോകലാണ് ഹിജ്റ എന്നുള്ളത് കൂടി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്നല്ലദീന തവഫാഹുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തളഅഫീന ഫിൽ അർദ്. മക്കയിൽ ഹിജ്റ പോകാതെ കഴിഞ്ഞുകൂടിയ ചില ആളുകളുണ്ട്. പോകാൻ കഴിയാത്തത് കൊണ്ട് യാത്ര ചെയ്യാൻ വിഷമതകളുള്ളതുകൊണ്ട് നിന്ന ആളുകൾ കുറച്ചാളുണ്ട്. അതിന് പുറമെ ഇതിനൊക്കെയും അവസരമുണ്ടായിട്ടും പോകാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ വല്ലാതെ പരീക്ഷിക്കപ്പെട്ടു. മക്കയിൽ മുശ്രിക്കുകളുടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവരുടെ റൂഹിനെ പിടിക്കുമ്പോൾ മലായികത്തുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അവർ പറഞ്ഞു, ഞങ്ങൾ വല്ലാത്ത ഗതികേടിലായിരുന്നു, ഞങ്ങൾ ഇവരെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ ഇടങ്ങാറായി പോയി. ആ സമയത്ത് മലായികത്തുകൾ ചോദിക്കുന്നു, ഖാലു അലം തകും അർദുല്ലാഹി വാസിഅത്തൻ ഫതുഹാജിറു ഫീഹാ. എടോ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്കതിൽ ഹിജ്റ പോകാമായിരുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈമാനികമായ ജീവിതത്തിന് സാധ്യതയുള്ള തലങ്ങളിലേക്ക് നിങ്ങൾ മാറേണ്ടി വന്നാൽ, ഇത് ഞാൻ പറ്റ നാടാണെന്നും ഇതെന്റെ ജന്മനാടാണെന്നും ഞാൻ ഇവിടെ തന്നെ മരിക്കുകയുള്ളൂ എന്നും നമുക്ക് പിടിവാശികൾ ഉണ്ടാകേണ്ടതില്ല. ഈമാനികമായ ഇസ്ലാമികമായ ജീവിതത്തിന് അനുകൂലമായ അന്തരീക്ഷങ്ങളുണ്ടെങ്കിൽ അവിടങ്ങളിലേക്ക് പോകാനും വിശ്വാസികൾക്ക് കഴിയണം.
എന്ന പാഠങ്ങൾ കൂടി ഹിജ്റയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. സർവശക്തൻ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ കാലത്ത് ജീവിക്കാനുള്ള ഉദവി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അയ്യുഹന്നാസ് ഊസീകും ബിനഫ്സി അൻ യഅ്ബുദുല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചിറപ്പ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകും. മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ പവിത്രമായ മാസങ്ങളിലൊന്നാണ് മുഹറം. ഈ മാസത്തെക്കുറിച്ച് ഇതൊരു ചീത്ത കാലമാണ് എന്ന തെറ്റായ രീതിയിലൊക്കെയുള്ള ചില ധാരണകൾ മുസ്ലിം സമൂഹത്തിൽ ചിലയിടങ്ങളിലെങ്കിലും ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ലാ തസുബ്ബുദ്ദഹർ ഫഇന്നല്ലാഹു ഹുവദ്ദഹർ. നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാരണം കാലം എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇല്ലാതായിപ്പോയ ചില തെറ്റായ പ്രവണതകൾ ഈ ആധുനികതയുടെ എല്ലാ സർവ്വസന്നാഹങ്ങളുമുള്ള കാലത്ത് വീണ്ടും പുതിയ രൂപങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഹസ്, ദുശകുനം നോക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുശകുനം കണക്കാക്കുക എന്ന് പറയുന്നത് തന്നെ ശിർക്കാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ദുശകുനമുണ്ടാവുക എന്ന വിശ്വാസം തന്നെ തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. യാത്ര പോകുമ്പോൾ പൂച്ച മുന്നിലൂടെ, കറുത്ത പൂച്ച പോയാൽ യാത്ര ഇനി മുന്നോട്ട് പോകണ്ട എന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പോലും വിശ്വസിച്ചൊരു കാലമുണ്ടായി. പുറകിൽ നിന്ന് വിളിക്കരുത്, പിന്നെ ആ കാര്യം മുടങ്ങിപ്പോകും എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, എന്റെ സമയം മോശമാണ്, അതാണ് കച്ചവടം ആകെ തകർന്നു പോയത്, ഇപ്പം എന്റെ സമയം മോശം. അങ്ങനെ ഒരു സമയമോശവും അങ്ങനെ ഒരു ദുഷിച്ചകാലവും അങ്ങനെ ഏതെങ്കിലും ഒരു ജീവി മുന്നിലൂടെയോ പിന്നിലൂടെയോ പോയതുകൊണ്ടോ ആരെങ്കിലും വിളിച്ചതുകൊണ്ടോ നിങ്ങളുടെ ഒരു കാര്യങ്ങളെയും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാറ്റിന്റെയും ഉടമസ്ഥനായ അല്ലാഹു അവന്റെ തഖ്ദീർ അനുസരിച്ചുകൊണ്ട് അവന്റെ തീരുമാനങ്ങൾക്കും ഖദറുകൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് ഓരോ വിശ്വാസിയും ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദുശ്ശകുനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സ്വഭാവത്തിലുള്ള ചിന്തകളെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് കടന്നു വരുന്ന വഴികളെ നമ്മൾ അടച്ചു വെക്കേണ്ടതുണ്ട്. അതിന് ഞാൻ മുമ്പ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തൗഹീദ് ശക്തിപ്പെടുത്തുക മാത്രമാണ് അതിനുള്ള വഴി. നമ്മുടെ യഖീൻ, വിശ്വാസദാർഢ്യം ഉറപ്പിക്കലാണ് വഴി. ഈ പ്രകൃതിയിൽ കാണുന്ന ഒരു മാറ്റവും സൂര്യനോ ചന്ദ്രനോ വായുവോ നക്ഷത്രങ്ങളോ ജീവജാലങ്ങളോ ഒന്നുമല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം അള്ളാഹുവിന്റെ എഴുതപ്പെട്ട പേനയിൽ അള്ളാഹുവിന്റെ ഒരു പേനയുണ്ട്. ആ പേനകളുടെ എഴുതപ്പെട്ടത് കർമ്മങ്ങളെല്ലാമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതിനനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോന്നും അള്ളാഹു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ ദുശ്ശകുനം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറയുകയായി, ഈ ദുശ്ശകുനം ആരെങ്കിലും വിശ്വസിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുടക്കുകയും ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ശിർക്ക് ചെയ്തിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് മാ കഫാറത്തു ദാലിക്? ഖാല അയഖൂലു അഹദഹും, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ദുശ്ശകുനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ പറയണം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഇല്ലാ ഗൈറുക. ഇതാണ് അവനുള്ള പ്രായശ്ചിത്തം. അതാ ഈ പ്രാർത്ഥനയോടുകൂടി ദിക്റോടുകൂടി അവൻ പറയേണ്ടതുണ്ട്. കാരണം
പടച്ചതമ്പുരാൻ അള്ളാഹുവിൽ നിന്നല്ലാതെ നന്മയില്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു നന്മയുമില്ല, നിന്റെ നന്മയല്ലാതെ ഒരു ശകുനവും ഞങ്ങളെ ബാധിക്കുകയില്ല, അങ്ങനെ ഒരു ശകുനം തന്നെയില്ല, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല റബ്ബേ എന്ന് തൗഹീദിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ ഒരു കാര്യം മുഹറം നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അശുറായിലെ ആ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് നമ്മളെ പഠിപ്പിക്കുകയും എന്ന് മാത്രമല്ല, അത് ജൂത സമൂഹം, യഹൂദന്മാർ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് കാണുന്ന സാഹചര്യത്തിൽ റസൂലുള്ള പറയുന്നുണ്ട്, അവരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നതിന് വേണ്ടി ഞാൻ അടുത്ത വർഷം, റസൂലുള്ള മരണപ്പെടുന്നതിന് മുമ്പുള്ള സമയത്താണ് ഇത് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മുഹറം 9 താസുആയിനും നോമ്പ് പിടിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അള്ളാഹു ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ കാരണമായി തീരുന്ന നോമ്പാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. പടച്ച തമ്പുരാൻ നമുക്കൊക്കെയും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ.